ഓക്കെ, ഇപ്പം വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്തും നമ്മൾ ഈ വൈപ്പർ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് വൈപ്പർ ഇടുന്നതിൻ്റെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വൈപ്പർ സ്മൂത്ത് അല്ലാത്തതുകൊണ്ടാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആ സൗണ്ടൊക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഹൈ ഫ്രണ്ട്സ്, നമ്മളൊരു വാഹനം മേടിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് വാഹനം ഓടിക്കാൻ മാത്രം പഠിച്ചിരുന്നാൽ മതിയോ? പോരാ, നമുക്ക് അത്യാവശ്യം വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് ടിപ്സുകളെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ വൈപ്പർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. എന്നാൽ പല ആൾക്കാർ ഇത് ചെയ്യാറില്ല. ഇത് ചെയ്യാത്തത് കൊണ്ട് തന്നെ പുതിയൊരു വൈപ്പർ മേടിച്ച് നമ്മൾ ഇട്ടു എന്ന് കരുതി മഴയോ മഞ്ഞോ ഒന്നും ഇല്ലെങ്കിൽ ഒരു ദീർഘ സമയത്തിന് ശേഷം പെട്ടെന്ന് മഴ പെയ്യുന്നു അല്ലെങ്കിൽ മഞ്ഞുണ്ടാകുന്ന സമയത്ത് നമ്മൾ വൈപ്പർ യൂസ് ചെയ്യുമ്പോൾ വൈപ്പറിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് മുഖാന്തരം നമ്മളുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ്സിന് പോറൽ വരാം. അതുപോലെ തന്നെ നമ്മൾ വൈപ്പർ ഇടുന്ന സമയത്ത് വല്ലാത്തൊരു സൗണ്ട് ഗ്ലാസ്സിലുണ്ടാകാം. ഇത് മുഖാന്തരം നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ മറ്റ് അനുബന്ധപ്പെട്ട മോട്ടറോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാനും സാധ്യതയുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഒരു വാഹനത്തിൻ്റെ വൈപ്പർ മെയിൻറ്റെയിൻ ചെയ്യാം? അതിന് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങളെ കാണിച്ചു തരാം. ഒട്ടുമിക്ക വാഹനത്തിൻ്റെയും വിൻഷീൽഡ് നിർമ്മിച്ചിരിക്കുന്നത് ലാമിനേറ്റഡ് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഘനമായിട്ടുള്ള വസ്തു വാഹനത്തിൻ്റെ ഗ്ലാസ്സിലേക്ക് വീണ് കഴിഞ്ഞാലും ഗ്ലാസ് ബ്രേക്ക് ആകാതിരിക്കണം. ഒപ്പം തന്നെ സൂര്യപ്രകാശം വരുന്ന സമയത്ത് ഒരുപാട് ആ ഹീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ ഹീറ്റ് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പോകാതെ അതിനെ പുറം തള്ളുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ വിൻഷീൽഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പറിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, ഇത് പ്രകൃതിദത്തമായ അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള റബ്ബറുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള വൈപ്പർ ബ്ലേഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനത്തിൻ്റെ വൈപ്പർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക്, ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു ഹീറ്റ് ഈ വൈപ്പർ ബ്ലേഡിൻ്റെ തിന്നായിട്ടുള്ള വശത്തേക്ക്, അതായത് റബ്ബറിൻ്റെ ഭാഗം വരുന്ന ആ ഒരു വശത്തേക്ക് വരികയും വളരെ വേഗത്തിൽ തന്നെ വൈപ്പർ ബ്ലേഡിൻ്റെ ആ ഒരു എൻഡ് ഭാഗം, ആ തിന്നായിട്ടുള്ള വശം വളരെ വേഗത്തിൽ കംപ്ലൈൻ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇത് എങ്ങനെ ഒഴിവാക്കാം, അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിനുള്ള ഒരു ചെറിയൊരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആദ്യമായിട്ട് വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പല ആൾക്കാരും വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് വലിയ ശ്രദ്ധയോടെ കാണാത്തൊരു കാര്യമാണ്. എപ്പോഴും നമ്മളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്നതിന് മുന്നേ ഈ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഈ വൈപ്പർ ബ്ലേഡ് ഇരുന്ന ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ പൊടിപടലങ്ങൾ വന്ന് നിൽക്കും. നമ്മൾ ഇത് കൂട്ടിയാണ് വൈപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ വേഗത്തിൽ നമ്മളുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡിന് പോറൽ വരാനായിട്ടുള്ള, സ്ക്രാച്ചസ് വീഴാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ക്ലീൻ ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈപ്പർ വെള്ളം ഒഴിച്ച് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതിന് നിങ്ങൾ നോക്കി, ഇപ്പോൾ നമ്മളോട് വാഹനത്തിൻ്റെ വൈപ്പർ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് ഇങ്ങനെ നേരെ താഴോട്ടാക്കിയെന്ന് കരുതി ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിങ്ങനെ നേരെ താഴോട്ടാക്കാം. ഇത് നമ്മൾ ഊരിയെടുക്കുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇനി അടുത്ത ഒരു ദിവസം ചെയ്ത് കാണിക്കും. ഇതെങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വൈപ്പർ ബ്ലേഡ് മാറാമെന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് ഇതിൻ്റെ ഈ തിന്നായിട്ടുള്ള ഏരിയ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വിടുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു ബനിയൻ തുണിയോ അല്ലെങ്കിൽ സാധാ ടിഷ്യൂ ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ബനിയൻ തുണി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അത് ഉപയോഗിച്ച് നമുക്ക് വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ ഈ തിന്നായിട്ട് വരുന്ന ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇച്ചിരി കട്ടിക്ക് ക്ലീൻ ചെയ്യുക. നിങ്ങൾ നോക്കിക്കേ, ഇപ്പം കണ്ടില്ലേ, ഇത്രയധികം അഴുക്ക് ഈ വാഹനത്തിൻ്റെ വൈപ്പറിലുണ്ടായിരുന്നു. ഞാൻ ആ വൈപ്പർ ഇടുകയാണ്. നിങ്ങൾ ആ വൈപ്പ് ചെയ്യുന്നതിൻ്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പം വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയത്തും നമ്മൾ ഈ വൈപ്പർ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് വൈപ്പർ ഇടുന്നതിൻ്റെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വൈപ്പർ സ്മൂത്ത് അല്ലാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് ആ വൈപ്പർ ബ്ലേഡ് ഒന്ന് സ്മൂത്ത് ആക്കാം. നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമുക്ക് വെറും 5 രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ വാസ്ലിൻ എന്ന് പറയുന്നത്. ഇത് പെട്രോളിയം ജെല്ലി എന്ന് പറയും. അപ്പോൾ നിങ്ങളിത് മേടിക്കുമ്പോൾ ഈ വാസ്ലിൻ പെട്രോളിയം ജെല്ലി മേടിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ഇത് വൈപ്പർ ബ്ലേഡിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിട്ട് കഴിഞ്ഞാൽ സ്മൂത്ത് ആകും. നമുക്ക് എന്തായാലും പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾ കുറച്ച് ഇത് തുണിയിലേക്ക് ഇങ്ങനെ, ബനിയൻ തുണിയിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ പിടിച്ച് ഈ ബ്ലേഡിൻ്റെ 2 ഭാഗവും ക്ലിയർ ആകുന്ന രീതിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ബ്ലേഡിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, നമുക്കിത് മാറേണ്ട സമയമായി. അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരുവാണ്. ഓക്കെ, 2 സൈഡിലും നമുക്കിത് കൃത്യമായിട്ട് ആകുന്ന രീതിയിൽ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അതായില്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് കുറേ കൂടെ ബെറ്റർ. അപ്പോൾ നമുക്ക് 2 സൈഡ് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ,
ഈ ഒരു വൈപ്പർ ബ്ലേഡിലേക്കും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒന്ന് നന്നായിട്ട് തുടയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ വാസലിൻ എടുക്കുക. പെട്രോളിയം ജെല്ലി പ്രത്യേകിച്ച് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ല, ഈ തിന്നായിട്ട് വരുന്ന ഈ ഏരിയയിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 വൈപ്പർ ബ്ലേഡിലും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് നോക്കാം, എന്താണ് റിസൾട്ട് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ഒന്ന് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് വൈപ്പർ ഇടുവാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പർ വളരെ സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ സൗണ്ടൊക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇനി ആ വാസലിൻ ഉപയോഗിച്ചതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള എണ്ണമയമോ മറ്റു കാര്യങ്ങളോ വാഹനത്തിനുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വൈപ്പ് ചെയ്ത ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. വാസലിൻ്റെ ഒരു തരത്തിലുള്ള അംശവും വാഹനത്തിൻ്റെ ഗ്ലാസ്സിലില്ല. വിൻഷീൽഡ് ഇപ്പം നിങ്ങൾ നോക്കുക, വിൻഷീൽഡ് ഗ്ലാസ്സിൽ എന്തെങ്കിലും അംശം ഉണ്ടോ എന്ന് നോക്കുക, ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പർ ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട്. നേരത്തെ നല്ല കട്ടിയായിരുന്നു. ഈ വൈപ്പർ ബ്ലേഡ് മാറേണ്ട ടൈം ആയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഇത് യൂസ് ചെയ്തപ്പോഴത്തേന് നമുക്ക് പ്രോപ്പറായിട്ട് വൈപ്പർ യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് എപ്പോൾ സ്മൂത്തായി തുടങ്ങുന്നോ ആ ഒരു സമയത്ത് ഇത് വൈപ്പ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അല്ലെങ്കിൽ വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം സ്മൂത്ത് അല്ലെങ്കിൽ ഈ റബ്ബർ ബീഡിങ് വളരെ വേഗത്തിൽ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.